ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതെന്ത് സാധനം അറിയുന്നു, ഇന്ന് അടിപൊളി സോപ്പാണ്, മഞ്ചിഷ്ടര പൗഡറാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഇന്ന് ആദ്യം ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സാധാരണ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സാധാരണ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നു. അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് മനസ്സിലായി. കുറേ വീഡിയോകളായില്ല നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മളിത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുക. ചെറിയ പീസുകളായിട്ട് പെട്ടെന്ന് അത് മെൽറ്റാൻ ഏറ്റവും ഉപയോഗമായിട്ട് വരും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തെറിക്കേണ്ട നോക്കാം, മേത്തേക്ക് പരമാവധി തീ തിളയ്ക്കുന്ന സമയത്ത് കുറച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ഓയിൽ, പിന്നെ ഒരു പെർഫ്യൂം ചേർത്തിട്ടുണ്ട് കേട്ടോ, അല്ല എടുത്തിട്ടുണ്ട്, റെഡ് റോസിൻ്റെയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് മഞ്ചിഷ്ടര ഇതാണ്, മഞ്ചിഷ്ടര പൗഡർ ഇട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിച്ച് ആറിയ ഒരു ഇതാണ് കേട്ടോ അത്. അതിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ അങ്ങനെ എടുത്തിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇനി അരിച്ചെടുക്കാൻ പോവാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ നേരിട്ട് പൗഡർ ചേർക്കണില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുറച്ച് പൗഡർ ഇട്ടിട്ട് അത് തിളപ്പിച്ച് നമ്മൾ ചൂടാറിന് ശേഷം അരിച്ചെടുക്കുക. അതാണ് നമ്മൾ ഇതിൽ ചേർക്കണം. പക്ഷേ നമ്മൾ പൗഡർ ചേർക്കണം, ഇതിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഒരു 2 മാസം 1 മാസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. കൂടുതൽ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ അത് പ്രിസർവേറ്റീവ് ചേർത്ത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. പൗഡർ ആയാലും നേരിട്ട് നമ്മൾ എന്ത് ചേർക്കായാലും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ ചൂടാറിന് ശേഷം നമ്മളിത് അരിച്ചെടുത്തിട്ട് നമ്മൾ 1 കിലോയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്തതിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മളൊരു 1 കിലോയിലേക്ക് മാക്സിമം 50 മില്ലി 50 ഗ്രാം അതാണ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. സോപ്പ് അല്ലെങ്കിൽ വളരെ മെൽറ്റായിപ്പോൾ സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് അളന്ന് കറക്റ്റായിട്ട് ചേർക്കല്ല വരും. അപ്പോൾ ഇത് മഞ്ചിഷ്ടര എക്സ്ട്രാക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന എക്സ്ട്രാക്റ്റ് ഉണ്ട്. ആ പൗഡർ ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൽ പ്രിസർവേറ്റീവ് ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ജസ്റ്റ് ഇത് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇത് 1 കിലോ ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 25 മില്ലിയോളം, 20 മില്ലി മതി. 20 മില്ലി പിന്നെ ബാക്കിയുള്ള ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ ആയിട്ട് 10 മില്ലിയോളം അങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഒരു 50 മില്ലി അങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് ചൂടാറിയതിന് ശേഷം ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ചൂടാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അതുപോലെ ഇത് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കൈയൊക്കെ ഒന്ന് പൊള്ളി ഇതാ. അപ്പോൾ അതുകൊണ്ട് ഇത് അരിച്ചെടുക്കാനായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ പറയാൻ കാരണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വേണം. ഇത് നമുക്ക് തിളപ്പിച്ച് അതിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ എടുത്താണ്. ഇപ്പോൾ ഈ ജ്യൂസ് ഇപ്പോൾ കണ്ടമാനമായിട്ടുണ്ട്. ഇത്രയും വേണ്ട 1 കിലോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 25 മില്ലി മാക്സിമം വേണ്ടു 1 കിലോ ജ്യൂസിലേക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് എക്സ്ട്രാക്റ്റ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല അടിപൊളി ജ്യൂസ് അതിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിസർവേറ്റീവ് ചേർത്തിട്ട് വേണം നമ്മൾ ശരിക്കും കൂടുതൽ നാൾ ഉപയോഗിക്കാനുള്ളതിലാണെങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കുക. ഇപ്പോൾ 2 മാസമോ 1 മാസമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നേരിട്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു 5 സോപ്പ് 6 സോപ്പ് മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർക്കണില്ല, ജസ്റ്റ് അത് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ വേറെ രീതികളൊന്നും ഇല്ല. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് സോപ്പ് മോൾഡ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അത് റെഡിയാക്കി വെക്കുക ഫസ്റ്റ് തന്നെ. അതിന് ശേഷം ഇതിലേക്കൊക്കെ വരാം നിങ്ങൾ. അല്ലെങ്കിൽ ഇതൊക്കെ തിളപ്പിച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം സോപ്പ് മോൾഡ് റെഡിയാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും കൂടി മെൽറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഉണ്ടാ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. സോപ്പ് ആയാലും സോപ്പ് ബേസ് ആയാലും ഗ്ലിസറിൻ, വൈറ്റമിൻ ഇയുടെ ഇത് ഓയിലുകൾ, അതുപോലെ എന്താ പെർഫ്യൂംസ്, അതുപോലെ കളർ, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ പൗഡറുകൾ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോട്ടോ. അതൊക്കെ നമുക്ക് തരാം, കുഴപ്പമില്ല. നമ്മൾ കൊരിയർ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ പൈസ വരും കൊരിയർ ചാർജ് ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ, നമ്മളത് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ ഒന്ന് മെൽറ്റായി പറ്റട്ടെ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്നും ചേർക്കണം തന്നെയാണല്ലോ, അതൊന്നും കാണിച്ചേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇനി പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി പറ്റേ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഒരു മാക്സിമം ഒരു 1 കിലോയിലേക്കൊക്കെ ഒരു 5 മില്ലി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അതുപോലെ വൈറ്റമിൻ ഇയുടെ ഓയിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം.
ഈ ഐറ്റംസ് മാത്രം നമ്മൾ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു കേട്ടോ. നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല. പ്രത്യേകം നമ്മുടെ മഞ്ചിഷ്ട തിളപ്പിച്ച് എക്സ്ട്രാക്റ്റ് എടുത്തതിന് നല്ലൊരു കളറാണ്. ഓൾറെഡി നല്ലൊരു ഇതൊരു കളറാന്ന് പറയാം. ഒരു റെഡ് അല്ല, ഒരു ബ്രൗൺ അല്ല. അത് അങ്ങനത്തെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലിസറിനും വൈറ്റമിനിയിലെ ഓയിലും ഉണ്ടാ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ചിഷ്ടേരെ നമ്മുടെ എക്സ്ട്രാക്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു 20 മില്ലി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇതൊരു 10 മില്ലിയോളം അതിൻ്റെ ഏകദേശം. ഇതിലൊരു 10 മില്ലി കൂടി കളർ നമുക്ക് നല്ലൊരു റെഡ് കളർ കിട്ടിയാണ് കേട്ടോ. ഒരു 20 മില്ലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കാരണം നല്ല അടിപൊളി റെഡ് കളർ കിട്ടിയില്ല, നല്ല സൂപ്പർ. ഇനിയിപ്പോൾ ഇതിൽ കളർ കാര്യങ്ങളൊന്നും ചേർക്കണ്ട. ഇങ്ങനെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ നമ്മൾ റോസിൻ്റെ സ്മെല്ലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. സ്മെല്ല് വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഇന്നാള് എന്താ പറയുക പനിക്കൂർക്കേരെ സോപ്പ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിന് സ്മെല്ല് ചേർത്തുണ്ടായില്ല. പക്ഷേ സ്മെല്ല് നമ്മൾ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. പക്ഷേ സ്മെല്ലുണ്ട്, ചെറിയൊരു സ്മെല്ലുണ്ട്. പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അത് നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ കുറച്ച് സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് റോസിൻ്റെ സ്മെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കിലോയിലേക്ക് നമ്മളൊരു 10 മില്ലിയോളം സ്മെല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യുക എല്ലാവരും. അതിന് ശേഷം സ്മെല്ല് കാര്യങ്ങൾ ലാസ്റ്റ് ഒഴിച്ച് മിക്സ് ചെയ്യുക. നമ്മൾ ആ ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്നത്. അപ്പോൾ ഇനി നേരിട്ട് നമുക്ക് അതിൽ കൊണ്ട് ഒഴിച്ച് നമ്മുടെ മഞ്ചിഷ്ട സോപ്പ് സെറ്റായിട്ടാണ്. ഇതിൽ നമ്മളിപ്പോൾ ഒന്നും ചേർക്കില്ല. അതുപോലെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മോൾഡ് എപ്പോഴും ഫസ്റ്റ് റെഡിയാക്കി വയ്ക്കുക കേട്ടോ. നമ്മളിനി ഇങ്ങനെ വെറൈറ്റി വീഡിയോകളായിട്ട് വരും, ഓരോന്നായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രത്യേകം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമ്മുടെ മോൾഡിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിച്ചു തുടങ്ങാം കുറേശ്ശെ. എന്നും പറയുന്ന പോലെ തന്നെ സൂക്ഷിച്ചൊഴിക്കുക, പുറത്തേക്കൊന്നും പോകാണ്ട് പരമാവധി നോക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ മഞ്ചിഷ്ട സോപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. സോപ്പ് നല്ല റെഡ് കളറാവുന്നിട്ടുള്ളത് എക്സ്ട്രാക്റ്റ് ചേർത്തപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജ്യൂസ്, ഇപ്പോൾ തുളസിയുടെ ജ്യൂസ് ആയാലും എല്ലാ അടുക്കായാലും നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുക എന്നുള്ളത് കുറച്ച് എക്സ്ട്രാക്റ്റ് നമ്മൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ് ചേർക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ ചേർക്കണ്ട. ഇതിൽ ചേർത്തിട്ടില്ല, നമുക്ക് കൂടുതൽ നാൾ വയ്ക്കണമെങ്കിലേ അത് ചേർത്തിട്ട് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ നാൾ ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് 1/2 കിലോ സോപ്പ് ബേസാണ് നമ്മൾ എടുത്തത്. 5 സോപ്പ് നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇത് എന്നും പറയുന്ന പോലെ തന്നെ ഒരു 3 മണിക്കൂറിന് ശേഷം സെറ്റാവും. അതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ അടിപൊളി കളർ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് തോന്നണം കേട്ടോ, പക്ഷെ നല്ല റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് മഞ്ചിഷ്ട സോപ്പ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകാറുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്യാൻ പോവാണ്. കണ്ടോ നിങ്ങൾ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു റെഡ് കളർ, ലൈറ്റ് റെഡ് ഉണ്ടാ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇത് റിമൂവ് ചെയ്തപ്പോൾ ഒരു ലൈറ്റ് റെഡ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 100 ഗ്രാമിൻ്റെ സോപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 5 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മഞ്ചിഷ്ട നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് റെഡാണ് കേട്ടോ, നമ്മൾ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇതിന് നമ്മൾ റെഡ് റോസിൻ്റെ സ്മെല്ലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ വെരി സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് വീഡിയോ കണ്ടിട്ട് ആരും ഇത് വലിയ ഇതൊന്നും തലപോകേണ്ട ആവശ്യമില്ല. വെരി സിമ്പിൾ സംഭവമാണ്, വേറെ ഒന്നുമില്ല ചിന്തിക്കാനായിട്ട്. ഇത് കുറച്ച് ബേസ് കട്ട് ചെയ്യായിട്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുത്ത സംഭവം സെറ്റായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക, ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കാം.
അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള സോപ്പ് ബേസ്, അങ്ങനത്തെ ഫ്രാഗ്രൻസ്, എസെൻഷ്യൽ ഓയിൽ, കളർ, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സോപ്പ് മോൾഡ്, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മളത് കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ലൈക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഐറ്റംസുകൾ വാങ്ങിയിട്ടുള്ള ആൾക്കാരായാലും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും എന്തൊക്കെയുണ്ടെങ്കിലൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ.